മാരി സെൽവരാജിന്റെ ബൈസൺ സിനിമ പുറത്തിറങ്ങിയതു മുതൽ പുകഞ്ഞു തുടങ്ങിയതാണ് തമിഴ് സിനിമകളിലെ മലയാള താരങ്ങളുടെ കടന്നുവരവിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ. ഇപ്പോൾ ധനുഷ് നായകനായ കരയിലെ മമിത ബൈജുവിന്റെ പ്രകടനം ഏറെ പ്രശംസകൾ ഏറ്റുവാങ്ങുമ്പോഴും മലയാളിയായ മമിതയെ ഒരു തമിഴ് പെൺകുട്ടിയായി തിരഞ്ഞെടുത്തതിൽ പലരും അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. സിനിമയും രാഷ്ട്രീയവും വേറെ വേറെയാണെന്ന് പറയുന്നവർക്കിടയിൽ എന്റെ സിനിമകൾ ശക്തവും വ്യക്തവുമായി രാഷ്ട്രീയം സംസാരിക്കുമെന്ന് പറഞ്ഞ മാരി സെൽവരാജ് സിനിമകളിലെ മലയാളി നടിമാരുടെ സാന്നിധ്യം വിമർശനങ്ങൾക്കിരയായിരുന്നു. തമിഴ്നാടിന്റെ ഗ്രാമീണ സ്വഭാവവും ഭാഷയിലെ സ്വാഭാവികതയും മലയാളി നടിമാരിലൂടെ പ്രകടമാക്കാൻ ശ്രമിക്കുന്നതും രാഷ്ട്രീയം തന്നെയല്ലേ എന്നാണ് വിമർശകരുടെ പക്ഷം. തമിഴിൽ എന്താ നല്ല നടിമാരില്ലാഞ്ഞിട്ടാണോ? മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന എത്രയോ മഹാനടിമാർ തമിഴ് സിനിമയിലുമുണ്ട്. അവരുടെ പ്രതിഫലം, ഡിമാൻഡുകൾ, ഇത്തരം ഗ്രാമീണ കഥാപാത്രങ്ങൾ ചെയ്യുന്നതിലെ വിമുഖത, ഇവയെല്ലാം കാരണമാണ് മലയാളി സാന്നിധ്യം തമിഴ് സിനിമകളിൽ ഉണ്ടാക്കുന്നത് എന്നാണ് ഇതിന്റെ മറുപക്ഷം അഭിപ്രായപ്പെടുന്നത്. ഏറെ നാളായി പുകയുന്ന ഈ വിമർശനത്തിന് കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ മമിത ബൈജു നൽകിയിരിക്കുന്നത്. സിനിമയിൽ ഒരു വേഷം ആരവതരിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് പൂർണ്ണമായും സിനിമയുടെ നിർമ്മാതാക്കളാണ്. അവർ നമ്മളെ തിരഞ്ഞെടുക്കുന്നതിനെ അനീതി എന്ന് വിളിക്കാൻ കഴിയില്ലെന്ന് മമിത പറഞ്ഞു. മലയാളത്തിലെ പ്രമുഖ അഭിനേതാക്കളിൽ പലരും അന്നും ഇന്നും തമിഴിലും മലയാളത്തിലും ഒരേപോലെ തിളങ്ങിയവരാണ്. നടന വിസ്മയം ഉർവശിയുടെ ആദ്യ ചിത്രം തമിഴിലായിരുന്നു. ഉലകനായകൻ കമലഹാസന്റെ തുടക്കം മലയാളത്തിലാണ്. സിനിമ അത് നിലകൊള്ളുന്ന പ്രദേശത്തിന്റെയും ഭാഷയുടെയും സംസ്കാരത്തിന്റെയും എല്ലാം അതിർവരമ്പുകൾ ഭേദിച്ച് ജനങ്ങളിലേക്ക് എത്തുന്നത് കൊണ്ടാണ് ആസ്വാദനത്തിലൂടെ നാം പലതും അറിയുന്നത്. ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം മികച്ച സംവിധായകർക്കും അണിയറ പ്രവർത്തകർക്കും അഭിനേതാക്കൾക്കുമൊപ്പം പ്രവർത്തിക്കുക, വാണിജ്യ വിജയവും കലാമൂല്യവുമുള്ള സിനിമകൾ സമ്മാനിക്കുക എന്നതുമാണ് സ്വാഭാവികമായ നേട്ടങ്ങൾ. ഭാഷയുടെ അതിർവരമ്പുകളെല്ലാം മറിച്ച് മികച്ച അഭിനയ മുഹൂർത്തങ്ങൾക്കും കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ അഭിനേതാക്കൾക്കുമാണ് പ്രാധാന്യം നൽകേണ്ടത്.